വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഞാൻ സെയിൽ ചെയ്യുന്ന പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ സെയിൽ ചെയ്യുന്ന പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ ഒരു പുഡിങ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പുഡിങ്ങൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെയിൽ ചെയ്യുന്ന ആ രീതിയിൽ ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ തൊലിയും മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്, പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു പൈനാപ്പിളിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ആ ഒരു പൈനാപ്പിൾ ഒന്ന് തണുക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് ചൈന ഗ്രാസ് ഒക്കെ ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പം 2 പാക്കറ്റ് പാലിലാണ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഞാൻ 2 പാക്കറ്റ് 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ 2 പാക്കറ്റ് മുഴുവനായിട്ട് നമുക്ക് വേണ്ട കേട്ടോ. ഇതിൽ 10 ഗ്രാമും അതുപോലെ തന്നെ അടുത്തൊരു പാക്കറ്റിൽ നിന്ന് ഒരു 7-8 ഗ്രാമും കൂടി, അങ്ങനെ 18 ഗ്രാമോളം മതി കേട്ടോ. എല്ലാ പുഡിങ്ങിനും ഇതേ രീതിയിലല്ല കേട്ടോ നമ്മൾ ചൈന ഗ്രാസ് എടുക്കാറുള്ളത്. ഓരോന്നിനും വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ചൈന ഗ്രാസിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ കുതിരാൻ വേണ്ടി ഒഴിച്ചു വെക്കുന്നത്. ഒരു പാക്കറ്റ് ചൈന ഗ്രാസിലേക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ചൈന ഗ്രാസിലേക്ക് വെള്ളം ഒഴിച്ച് ഏകദേശം ഏറ്റവും കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇത് പൈനാപ്പിൾ പുഡിങ് ആയതുകൊണ്ടാണ് ഞാൻ 18 ഗ്രാം എടുത്തിട്ടുള്ളത്. നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സിൻ്റെ പൾപ്പൊക്കെ ചേർത്തുണ്ടാക്കുന്ന പുഡിങ് ആണെങ്കിൽ, ഇളനീർ പുഡിങ്, ക്യാരറ്റ് പുഡിങ് അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ 2 പാക്കറ്റ് പാലിലേക്ക് 20 ഗ്രാം മുതൽ 22 ഗ്രാം വരെ നമ്മൾ ചേർത്ത് കൊടുക്കും കേട്ടോ. സെയിൽ ചെയ്യുന്ന ഈ പുഡിങ്ങിൽ മാത്രമാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ് ആണെങ്കിൽ നമ്മൾ സാധാ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങിൽ അരച്ച് ചേർക്കുന്നില്ല, മുഴുവനായിട്ടും പൈനാപ്പിൾ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് അരച്ച് ചേർക്കുന്നുണ്ട്. ഇനി 2 പാക്കറ്റ് പാലിലേക്ക് 400 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ മിഠായി മേറ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റിലേക്കാണെങ്കിൽ 200 ഗ്രാം, ആ ഒരു ടിന്നിൻ്റെ പകുതി ചേർത്താൽ മതി. ഇനിയിപ്പം 2 പാക്കറ്റ് പാലിലേക്ക് ഒരു ടിൻ മിൽക്ക് മെയ്ഡും 3/4 കപ്പോളം പഞ്ചസാരയും കൂടി വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന രീതിക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ 3/4 കപ്പ് ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരേ സമയം തന്നെ പാലും ചൈന ഗ്രാസും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാല് നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. തിളക്കരുത്, തിളക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ചൂടാവുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു സമയത്താണ് എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്, ഈ ഒരു പാല് പിരിഞ്ഞു പോവുക എന്നുള്ളത്. ചൈന ഗ്രാസ് പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോവുക എന്നുള്ളത്. അതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് തിളക്കുന്ന സമയത്ത് നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോവും. അല്ലെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പാലിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ആദ്യമായിട്ട് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പം ഒരുപാട് ചെയ്യുന്നവർക്കൊക്കെ അത് മിക്സ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡ് അറിയാം. പക്ഷേ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിക്സിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് 3-4 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ട്രേൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ഇനി ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ പൈനാപ്പിൾ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പം
പിരിഞ്ഞു പോകും കേട്ടോ. പുളിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ പൈനാപ്പിൾ, സ്ട്രോബെറി, അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ വെച്ചിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ചൂടോടെ അതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൈനാപ്പിളിലേക്ക് ഞാൻ ഈ ചൂടുള്ള പാലൊഴിച്ച സമയത്ത് ഇത് കണ്ടില്ലേ ഒന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ലവണ്ണം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഈ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് അത് പിരിഞ്ഞ് പോയി എന്നുണ്ടെങ്കിൽ ആ ഒരു പുഡിങ് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അതിനൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഇത് പിരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇളനീരിൻ്റെയോ ക്യാരറ്റിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള പുഡിങ്ങുകളാണെങ്കിൽ നമ്മൾ ഈ ഒരു പാൽ തിളക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആ ഒരു ഫ്രൂട്ടിൻ്റെ പ്യൂരിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് റെഡി ആയതിന് ശേഷം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു പുളിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ ഒരു പൈനാപ്പിളും സ്ട്രോബെറിയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലവണ്ണം തന്നെ ആ ഒരു പാലിൻ്റെ മിക്സ് തണുത്തിട്ടേ നമ്മളതിലേക്ക് ഈ ഒരു പ്യൂരി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത് സെറ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നേരത്തെ ഞാൻ ആ ഒരു ട്രേയിൽ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വേവിച്ച പൈനാപ്പിളില്ലേ, അത് അവിടെ എവിടെയായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പൈനാപ്പിളിൻ്റെ പുഡിങ്ങൊക്കെ അരിച്ച് തന്നെ നമ്മളിതിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പൈനാപ്പിൾ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ നാരൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ചൈന ഗ്രാസ് അരിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ചൈന ഗ്രാസിൻ്റെ പീസസ് ആയിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ അതിൻ്റെ നാരുണ്ടാവും. അതുകൊണ്ട് ഇത് പൈനാപ്പിളിൻ്റെ പുഡിങ് ആയതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഈ ഒരു പാലിൻ്റെ മിക്സ് അത്യാവശ്യം ഒന്ന് ചൂടാറിയതിന് ശേഷമാണല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു എയർ ബബിൾസൊക്കെ ഒരു സ്പൂൺ വെച്ചൊന്ന് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുകൾ ഭാഗത്ത് നിൽക്കുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ താഴ്ന്നു പോകും. അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. പുഡിങ് തന്നെ നമുക്ക് പല രീതിയിലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു പൈനാപ്പിൾ പുഡിങ് തന്നെ പല രീതിയിലായിട്ട് ഉണ്ടാക്കുക. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 രീതിയിലായിട്ടാണ് സെയിൽ ചെയ്യാറുള്ളത്. പൈനാപ്പിൾ വേവിച്ചിട്ട് പാലും ചൈന ഗ്രാസും മിൽക്ക് പുഡിങ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇതുപോലെയും ചെയ്യാറുണ്ട് കേട്ടോ. പൈനാപ്പിൾ വേവിച്ചിട്ട് അരച്ച് ചേർത്തിട്ടും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ട് മുകളിലത്തെ ലെയർ ആ ഒരു ജ്യൂസിലേക്ക് കോൺഫ്ലോർ ചേർത്തിട്ട് കുറുക്കിയെടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. സെയിൽ ചെയ്യുന്നത് ഈ രീതിക്കാണ് എന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവ്. നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ പീസസ് ആക്കിയിട്ടാണ് കേട്ടോ പുഡിങ് അവർ കട്ട് ചെയ്തെടുക്കാറുള്ളത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ചൈന ഗ്രാസ് ചേർക്കുന്നത്. അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് ഇത് ഒരുപാട് കൂടുതലല്ലേ എന്ന്. അത് കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു പാകത്തിനാണ് കേട്ടോ കൂടുതലായിട്ട് ചേർക്കുന്നത്. ക്രീമി ടെക്സ്ചറിലാണെങ്കിൽ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പാക്കറ്റ് ഇളനീർ പുഡിങ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. അത് സെയിൽ ചെയ്യാനാണെങ്കിൽ 11 ഗ്രാമോളം എടുക്കും കേട്ടോ ഒരു പാക്കറ്റ് പാലിന്. ഇനി നിങ്ങൾക്ക് ക്രീമി ടെക്സ്ചറിലാണ് ആ ഒരു ഇളനീർ പുഡിങ് വേണ്ടതെങ്കിൽ ഒരു 5-6 ഗ്രാം മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ സെയിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചൈന ഗ്രാസ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് കൂടിപ്പോവാനും കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഒരു ട്രേ പൈനാപ്പിൾ പുഡിങ്ങിന് ഞാൻ 700 രൂപയാണ് കേട്ടോ വാങ്ങാറുള്ളത്.
റേറ്റ് ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങൾ ഉണ്ടാവുക. അപ്പം നിങ്ങൾ അത് അന്വേഷിച്ച് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ റേറ്റ് ഇട്ടാൽ മതി കേട്ടോ. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ടാവുക, എസൻസ് വെച്ചിട്ടും ചെയ്യുന്നവരുണ്ടാവുക. ആ ഒരു സമയത്ത് വിലയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് റേറ്റ് ഇടുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുഡിംഗ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പുഡിങ്ങിൻ്റെയും റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.